പോലീസിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി CPIM നേതാവ് മധ്യസ്ഥ ചർച്ചയ്ക്ക് എത്തിയപ്പോൾ പോലീസ് മർദ്ദിച്ചെന്ന ആരോപണം. നെടുമ്പന നോർത്ത് ലോക്കൽ സെക്രട്ടറിയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. അരുൺരാജ് കൊല്ലത്തും ചെയ്യുന്നു. അരുൺ, ഈ പറഞ്ഞതുപോലെ തൃശൂർ യൂത്ത് കോൺഗ്രസ് നേതാവിനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് ദിവസങ്ങൾ കുറച്ചാകുന്നേയുള്ളൂ. അതേസമയം തന്നെ ഇതാ ഒരു CPIM നേതാവിന്, ഒരു ലോക്കൽ സെക്രട്ടറിക്കും പോലീസിന്റെ ചൂടറിഞ്ഞു എന്ന വാർത്ത അദ്ദേഹം പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നു. എന്താണ് സംഭവിച്ചത്? വിഷയത്തിൽ ഈ പോലീസിനെതിരെ അച്ചടക്ക നടപടിയുമായൊക്കെ ബന്ധപ്പെട്ട് പരാതിയുമായി ഈ പറയുന്ന സെക്രട്ടറി മുന്നോട്ട് പോകാൻ തയ്യാറാണോ? സുഹേൽ, ചില ഉദ്യോഗസ്ഥർ എത്ര കൊണ്ടാലും പഠിക്കില്ലെന്ന് പറയും. ഈ ആൻഡ്രിക് എന്ന് പറയുന്ന കണ്ണനെല്ലൂരിലെ SHO, അയാൾ നേരത്തെ നമ്മുടെ തന്നെ ഒരു പ്രാദേശിക ലേഖനെ മർദ്ദിച്ച കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നേരിടുകയും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമടക്കം നടക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ആൻഡ്രിക് തോമസിനെ പിന്നീട് കൊല്ലത്തേക്കാണ് കൊണ്ടുവന്നത്. കൊല്ലം കണ്ണനെല്ലൂർ സ്റ്റേഷനിലാണ്. ആ കണ്ണനെല്ലൂർ സ്റ്റേഷനിലെ ആൻഡ്രിക് തോമസിൽ നിന്നാണ് CPMന്റെ നെടുമ്പന നോർത്ത് ലോക്കൽ സെക്രട്ടറിക്ക് ഇത്തരത്തിലൊരു മോശം അനുഭവം നേരിട്ടത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സെപ്റ്റംബർ 2-ന് അദ്ദേഹം ഒരു കുടുംബ പ്രശ്നത്തിന്റെ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തുകയും ഈ പരാതി സമർപ്പിക്കുകയും ചെയ്തു. ഒരു പെൺകുട്ടിയെ ഭർത്താവ് മർദ്ദിക്കുന്നതായിരുന്നു പരാതി. ഈ പരാതിക്ക് ഒടുവിലാണ് ഇതുമായി ബന്ധപ്പെട്ട 4-ാം തീയതി ഈ പരാതി അദ്ദേഹത്തെക്കുറിച്ച് ചില പോലീസ് ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറി. ഈ പരാതി അന്വേഷിക്കാനാണ് അദ്ദേഹം ഈ പരാതിയുടെ തുടർ നടപടി അന്വേഷിക്കാനാണ് 4-ാം തീയതി അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. ആ സമയത്താണ് ഈ SIയും അതുപോലെ തന്നെ CIയും വളരെ മോശമായി അദ്ദേഹത്തെ ടോർച്ചർ ചെയ്തത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം തന്നെ ആ കാര്യങ്ങൾ വിശദീകരിക്കും. ഈ 4-ാം തീയതി ചെല്ലുമ്പോൾ എന്താണ് സംഭവിച്ചത്? 4-ാം തീയതി ചെല്ലുമ്പോൾ ഈ പരാതി കേട്ടിട്ട് ഇറങ്ങിപ്പോയതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞ് കയറി വന്നിട്ട് സിറ്റ് ഔട്ട് ഈ CI ഇരിക്കുകയാണ്. ആ CI ഇരിക്കുമ്പോൾ തന്നെയാണ് എന്നെ വിളിച്ച് ഇയാളുടെ പരാതി എന്താണ് എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ സാറിൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞ കാര്യമാണ്, വീണ്ടും വേണമെങ്കിൽ എന്തെങ്കിലും ആവർത്തിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഈ കാര്യം പറഞ്ഞു. അതിൻ്റെ സംഭവങ്ങളുണ്ടായി. അതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യാവസ്ഥ അത് സാറ് തിരക്കി പറയണം, ഇത്രയും മാത്രമാണ്. അന്നേരം അദ്ദേഹം പറഞ്ഞു, അതല്ല, ഇയാൾ അവരുടെ പേര് പറയട്ടെ. ഞാൻ പറഞ്ഞു, എനിക്ക് അറിയത്തില്ല സാറേ, അറിഞ്ഞാലില്ല ഞാൻ ഇതിൻ്റെ പറയാൻ പറ്റൂ. അപ്പോൾ സംസാരം ഉണ്ടായി. അവിടെ നിന്നൊരു പോലീസുകാരൻ പറഞ്ഞു സൗണ്ട് കുറച്ച് സംസാരിക്കാൻ പറഞ്ഞു. എന്നാൽ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഈ സൗണ്ടിൽ ഞാൻ സംസാരിക്കും. പറഞ്ഞ് തീർന്നില്ല. പറഞ്ഞ് തീരുന്നതിന് മുമ്പ് ഇയാൾ കസേരയിൽ നിന്ന് ചാടി എണ്ണിട്ട് എൻ്റെ CI ചാടി എണ്ണിട്ട് എല്ലാം ഇവിടെ പിടിച്ചിട്ട്, ഇവിടെ പിടുത്തമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ടതും വല്ലാത്ത രീതിയിലുള്ള പിടുത്തം. ആ വേദന മാറിയിട്ടില്ല. പിടിച്ച് ഒറ്റത്തല സ്റ്റേഷനിനകത്തോട്ട് പിടിച്ച് ഒറ്റ തള്ളകളിൽ. അപ്പോഴത്തെ അവിടെയുള്ള പഴയ പോലീസുകാർ ഓടി വന്ന് ഇടയ്ക്ക് കയറി എന്നെ വിളിച്ച് ഇനി പുറത്തോട്ട് കൊണ്ടുവന്നു. ഇതാണ് അന്ന് നടന്ന സംഭവം. അതിനെ തുടർന്ന് പിന്നീട് ചേട്ടൻ എവിടെയാണ് പരാതി കൊടുത്തത്? ഞാൻ ACPക്ക് ഇന്നലെ പരാതി കൊടുത്തു. ഇന്നലെ 5 ഡേറ്റ്, 4-ാം തീയതിയാണ് നമ്മൾ നടന്നത്. ഞാൻ ഈ കാര്യം വീട്ടിൽ ഞാൻ ആർക്കെടുത്തും പറഞ്ഞില്ല. പിറ്റേന്ന് തിരുവോണമല്ലേ, ഞാൻ രാത്രി ഇവിടെ വന്ന് വീട്ടിൽ വന്ന് പറയാൻ പറ്റുമോ എനിക്ക് ഇന്ന സംഭവം നടന്നു എന്ന്? എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ഒന്നും പറഞ്ഞില്ല. രാവിലെ വൈകും മക്കളുമാർ ഈ പൂക്കൾ ഇടണമെന്ന് പറഞ്ഞ് അവരുടെ കൂടെ പൂക്കളമൊക്കെ ഇട്ട് അപ്പോഴത്തേക്ക് ഒരു 10-11 മണിയായി. ഉച്ചയ്ക്ക് ഉണ്ടതുമില്ല. തിരുവോണമായിട്ട് ഉച്ചയ്ക്ക് ഉണ്ടില്ല. ഞാൻ ഒരു 4:30-5 മണിയായി ഞാൻ ഇവിടെ വന്നപ്പോൾ. ഞാൻ അവിടെ പോയിട്ട് ACPയുടെ ഓഫീസിൽ പോയിട്ട് തിരിച്ച് എന്ത് പറഞ്ഞു? ACP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിച്ച് എന്താ നടപടി നോക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ACP എന്തോന്ന് പറഞ്ഞാലും ഞാനും പാർട്ടിയും അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകും. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. കണ്ടെത്തുക എന്നുള്ളതാണ്. തെളിവ് ആൾറെഡി ഉണ്ട് അവിടെ CC ക്യാമറയുടെ ഫ്രണ്ടിൽ വെച്ചാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ആൾറെഡി അവിടെ എല്ലാ ഇതും പാർട്ടി നേതൃത്വമായി കാര്യം സംസാരിച്ചിരുന്നു. ഈ കാര്യം ഞാൻ അന്നേരം വിളിച്ചു പറഞ്ഞു. അപ്പോൾ മുൻ ഏരിയ സെക്രട്ടറി സന്തോഷ് സഖാവ് അവിടെ വന്നു. എന്നെ അദ്ദേഹമാണ് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി. ന്യൂറോ സംബന്ധമായ അസുഖമുള്ള ആളാണ്. എനിക്ക് ഈ ന്യൂറോ സംബന്ധമായിട്ടുള്ള പ്രശ്നമുണ്ട്. അതിന് ഈ പറയുന്ന 3-4 ഡിസ്കിൻ്റെ ഗ്യാപ്പുള്ളതാണ്. ചികിത്സയിലാണ്, മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ ചികിത്സയിലാണ്. അന്ന് ആ ഭാഗത്ത് പ്രവർത്തനമാകുമ്പോൾ നിരന്തരമായി സ്റ്റേഷനുമായി പോകുന്ന ഒരാളായിരിക്കും. എന്നും പോകും ഞാൻ ഒരു ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ 7 ദിവസവും ഞാൻ കണ്ണനെല്ലൂർ സ്റ്റേഷനിൽ പോകുന്ന ആളാണ്. ഈ മറ്റുള്ളവരുണ്ട് ആഴ്ച ഒരു ദിവസം വന്ന് ഉൾപ്പെടുന്ന പോലെ. ബാക്കി പോലീസുകാർക്ക് കാര്യം അറിയായിരുന്നു, അവർ ഓടി വന്ന് അന്നേരം പിടിച്ചു മാറ്റാൻ. പഴയ പോലീസുകാർ ഓടി വന്ന്, അവിടെ വേറെ കുറേ പോലീസുകാരുണ്ടായിരുന്നു, അവരൊന്നും അനങ്ങിയില്ല. പഴയ പോലീസുകാരുണ്ടായിരുന്നു, അവർ ഓടി വന്ന് ഇടയ്ക്ക് കയറിയിട്ട് എന്നെ പിടിച്ച് പിടിച്ചുകൊണ്ട് പോരുകയാണ് ചെയ്തത്. എന്നിട്ട് ഇദ്ദേഹം ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പുറത്തിറങ്ങിയ ശേഷം ഇദ്ദേഹം പറഞ്ഞ് ഇപ്പം മദ്യവെച്ചിട്ടുണ്ട്,
ഇവൻ്റെ ഇതെടുക്കാൻ പറഞ്ഞു, എടുക്കാൻ പറഞ്ഞു. പക്ഷേ ആ പോലീസുകാരൻ അതെടുത്തോട്ട് വന്നില്ല. ഊതിക്കുന്ന സാധനം ഉണ്ടല്ലോ. ഞാൻ പിന്നെ വിഷമത്തെ തുടർന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. തീർച്ചയായിട്ടും നമ്മളൊരു സ്റ്റേഷനിൽ ചെല്ലുമ്പം അവിടെ ഈ സ്റ്റേഷൻ തുടങ്ങി അന്ന് തൊട്ട് ഞാൻ ആ സ്റ്റേഷനിൽ പോകുന്നതാണ്. പല ഉദ്യോഗസ്ഥരും അവിടെ വന്നിട്ടുണ്ട്, ആ കസേര എടുത്തിട്ടുണ്ട്. ഞാൻ അത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഒരു ദിവസം. സാറിരുന്ന കസേരയിൽ പല ഉദ്യോഗസ്ഥരും വന്നിരുന്നത്. അതേപോലെ ഇതുകൊണ്ട് ഇങ്ങനെ മോശപ്പെട്ട രീതിയിൽ ഇങ്ങനെ പെരുമാറി വേറൊരു ഉദ്യോഗസ്ഥൻ വേറെ ഇല്ല. എൻ്റെ ഈ പറയുന്ന ഇത്രയും നാളത്തെ ഈ കണ്ണനല്ലൂർ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചരിത്രം എടുത്തു കഴിഞ്ഞാൽ സുഹേൽ, ഇത് തന്നെയാണ് നേരത്തെ ഈ ഉദ്യോഗസ്ഥൻ തന്നെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ പ്രാദേശിക ലേഖനെ അതിക്രൂരമായി മർദ്ദിക്കുകയും അദ്ദേഹത്തിന് ഫോൺ അടക്കം എറിഞ്ഞ് പൊട്ടിക്കുകയും ചെയ്ത ആ കേസിൽ ഇയാൾ തന്നെയായിരുന്നു ആരോപണ വിധേയനായി നിന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തെ കൊല്ലം കണ്ണനല്ലൂരിലേക്ക് മാറ്റിയത്. ഒരു ഉദ്യോഗസ്ഥൻ തുടർച്ചയായി ഇത്തരത്തിൽ അക്രമങ്ങൾ, അത് സാധാരണക്കാരന് നേരെയായാലും പൊതുപ്രവർത്തകർക്ക് നേരെയായാലും മാധ്യമപ്രവർത്തകർക്ക് നേരെയായാലും അക്രമങ്ങൾ തുടരുമ്പോഴും അദ്ദേഹത്തിനെതിരെ നടപടി കൂടുതൽ ഉണ്ടാകാത്തതാണ് ഇവരെ വീണ്ടും ഇത്തരം അക്രമങ്ങൾ നടത്താൻ പ്രേരിപ്പിക്കുന്നത് എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം ഈ സജീവനെ മർദ്ദിച്ചതിലടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഉയർന്നു വരികയാണ് സമൂഹത്തിൽ. സുഹേൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.